ഉപ്പ ഉമ്മ നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് വരി. ഈ പെണ്ണിന് പ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നേ. ആ സുഗുണം വെച്ച് പിടിപ്പിച്ച സാധനങ്ങളൊക്കെ ഇളക്കി കൊണ്ടുവന്നിക്കണേ. അല്ല മോളെ, ഉപ്പ ചീത്ത പറയാന്ന് വിചാരിക്കരുത്. എന്നാലും ചോദിക്ക, എന്തിനാ ഇതൊക്കെ ഇളക്കിയത്? ഉപ്പ പറഞ്ഞിട്ടല്ലോ ഓൻ അതൊക്കെ ഫിറ്റ് ചെയ്തത്. ഇതൊക്കെ എന്തൊക്കെയാന്ന് അറിയോ നിങ്ങക്ക്? കുളിമുറിയില് കോയില് കുത്തിയാക്കുള്ള പ്ലഗ്, അതിന്റെ ഒക്കെ വയറ്. അന്റെ തലമുടക്കൊന്ന് പൊട്ടിക്കാൻ എന്റെ കൈ ധരിക്കുന്നുണ്ട്. ഓനാ പൈപ്പ് നന്നാക്കി വെള്ളം ചൂടാക്കാനുള്ള സാധനവും ഫിറ്റ് ചെയ്ത് എന്നിട്ട് ഓളത് ഇളക്കി കൊണ്ടുവക്ക അന്റെ തലക്കിളക്ക. ഇതെന്താന്നറിയോ? ഒളിക്യാമറയാ, ഒളിക്യാമറ. പഠിച്ചോനെ, ഞാൻ കുളിച്ചാണല്ലോ. ആ, ഇത് കുളിക്കുന്ന ദിവസേനല്ലേ? നല്ല ദിവസം നോക്കിട്ടാ ഈ കുളിച്ച്. ഒക്കെ ഈ ക്യാമറയിൽ പകർത്തിട്ടുണ്ടോ? ഇത്താത്ത ചാപ്പാക്കുറിച്ചില് രമ്യാനമ്പശന്റെ ആയനിപ്പോ, അല്ല യൂട്യൂബിലെ സ്റ്റാർ ആയനെ. മക്കൾ നിങ്ങൾ രണ്ടാളും കൂടി ഇതൊക്കെ അങ്ങോട്ട് മയച്ച് കളഞ്ഞാളി. അങ്ങനെ എളുപ്പം വായിക്കുന്നത് സ്ലേറ്റ് ഒന്നല്ല. ഇത് കണ്ടോ, ട്രാൻസ്മിറ്ററാ. ഇതിൽ നിന്നൊരു കണക്ഷൻ പുറത്തേക്ക് പോകുന്നുണ്ട് സുഗുണന്റെ വീട്ടിലേക്ക്. മിക്കവാറും അയാൾ അവിടെ ഒരു റിസീവർ പിടിപ്പിച്ചിട്ടുണ്ടാവും. അയൽവക്കായതുകൊണ്ട് സിഗ്നൽ കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവൂല. ഇവിടുത്തെ കുളി അവിടെ ലൈവ് ആയിട്ട് കാണാം. ഓനിന്റെ കുളി കണ്ടിട്ടുണ്ടാവും. ഞാനാണെന്ന് കരിപ്പനടുത്ത് കീറിയൊരു തോർത്ത ഉടുത്തേ. ഞാനും കുളിച്ചതാ, ഒരു നല്ല സോപ്പ് പോലും കിട്ടിയിട്ടില്ല. ആരെങ്കിലും എന്റെ കുളി ലൈവായിട്ട് കണ്ടാ നാണക്കെടാവൂലമ്മ. ഒരു ബ്രാൻഡഡ് സോപ്പ് പോലും ഇല്ല ഇവിടെ കുളിക്കാൻ. ഛേ, എന്റെ സ്റ്റാറ്റസ്, എന്റെ പ്രസ്റ്റീജ് അൺസൈക്കബിൾ. ഇതെങ്ങനെ കണ്ടുപിടിച്ച്? ആ സുഗുണൻ ആ കുളിമുറിയിൽ പണിയെടുത്തതെന്ന് കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. സ്കൂളിൽ പോകുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് അയാളുടെ ഒരു ആർത്തി പിടിച്ച കണ്ണുകള്. അതുകൊണ്ടാ ഞാൻ മൊബൈൽ എടുത്ത് കുളിക്കാൻ പോയത്. അതിന് ഈ മൊബൈൽ എടുത്ത് കുളിച്ചാല് ക്യാമറ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒളിക്യാമറ കണ്ടെത്താനുള്ള സിമ്പിൾ രീതിയാണിത്. സംശയം തോന്നിക്കുന്ന എന്തെങ്കിലും നമ്മൾ കണ്ടാൽ മൊബൈൽ എടുത്ത് ആരെങ്കിലും വിളിക്കാം. മറുതലയ്ക്കൽ ഫോൺ എടുക്കുന്ന ആളുടെ സംസാരം മുറിഞ്ഞു കേട്ടാലോ അവ്യക്തമായാലോ നമ്മൾ കണ്ട വസ്തുവിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പുറത്തു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. മലയാളത്തിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ പറഞ്ഞു കൊടുക്കത്താത്ത. അതിപ്പോ മലയാളത്തിൽ പറഞ്ഞാൽ ഇപ്പൊക്ക് മനസ്സിലാവൂല മോളെ. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിക്കണല്ലോ, ഇവിടെ ഞമ്മള് കുളിച്ചത് മീമേ ആ സുഗുണെ ഓന്റെ പൊരേ കുത്തുന്ന TV ചാനൽ കാണുമ്പോലെ കണ്ടിക്ക്. മോനെ റിസ്വാനെ, അന്റെ ന്യൂ ജനറേഷനിൽ എന്തെങ്കിലും ബുദ്ധി തോന്നുന്നുണ്ടോ? ആ സുഗുണൻ ചേട്ടനിട്ടൊരു പണി കൊടുക്കണം, വഴിയുണ്ടാക്കാം.